എന്തായാലും സംഭവിക്കാൻ പാടില്ല, സംഭവിച്ചു പോയി. തീർച്ചയായിട്ടും നമുക്കാർക്കും മുൻകൂട്ടി പറയാൻ പറ്റത്തില്ലല്ലോ എന്താ സംഭവിച്ചത്. പക്ഷേ സംഭവിച്ച ശേഷമുണ്ടായ സംഭവവാസങ്ങളാണ് നമ്മൾ കാണേണ്ടത്. അതിൽ ഗവൺമെൻറ് മിഷണറി, മാധ്യമങ്ങൾ, പൊതുസമൂഹം, എന്തിന് പ്രവാസ ലോകത്തു നിന്ന് കയ്യഴിച്ച പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുക ചെയ്യാൻ ഓരോ രാജ്യത്തു നിന്നും. അല്ല, ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ഞങ്ങളുടെ ഓസ്ട്രേലിയൻ മലയാളി കമ്മ്യൂണിറ്റികൾ ഒത്തിരി പേര് ഇതിൻ്റെ രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അവിടെ നിന്ന് മാത്രമല്ല മറ്റ് UK യിലായാലും കാനഡയിലായാലും മറ്റ് രാജ്യങ്ങളിലെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ പ്രവാസ സമൂഹത്തിൻ്റെ വലിയൊരു ഒത്തുചേരൽ ഇതിൻ്റെ ഒരു റീബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതിലുണ്ട്. ഞങ്ങളും ഞങ്ങളുടേതായ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. ഇനിയുള്ള ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യങ്ങായിരിക്കുന്ന ജനറേഷനാണ് ഇനി വരേണ്ടത്. അപ്പോൾ അവരുടെ ആ മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതലും ആ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അങ്ങനെ കൗൺസിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന, അതിന് ഇവിടെ ഉള്ളവരെ പ്രിപ്പയർ ചെയ്യുന്ന തരത്തക്ക രീതിയിലുള്ള ആളുകളെ ആയിരിക്കണം നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. ബാക്കിയൊക്കെ നമുക്കിവിടെ കൂടുതൽ റിസോഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ആ മെൻ്റൽ റീഹാബിലിറ്റേഷൻ, കൗൺസിലിങ്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ, കാരണം അതൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് വെസ്റ്റേൺ മേഖല എന്ന് പറയുന്നത്. അപ്പം അതിൽ കൂടുതൽ എന്തെങ്കിലും അവർക്ക് ഇവിടെയുള്ള സംഘത്തിനെ സഹായിക്കാൻ പറ്റുക എന്നുള്ളതായിരിക്കണം ഒരു മുഖ്യ ഇത് നമുക്ക് തോന്നുന്നത്.